ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ വോക്ക് വിത്ത് എവ്ലിൻ. ഞാൻ എവ്ലിൻ. ഇന്ന് നമ്മുടെ കൂട്ടത്തില് മറ്റൊരു അതിഥി കൂടെ ഉണ്ട്. അതിഥി എന്ന് പറയുന്ന മറ്റാരുമല്ല, എന്റെ ഡാഡിയാണ്, നോർബർട്ട് ജോസഫ്. അപ്പൊ ഡാഡി ഒരുപാട് വായനയും എഴുത്തും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. നന്നായിട്ട് എഴുതും, അതുപോലെ തന്നെ ഭാഷയിൽ നല്ല പ്രാവീണ്യമുണ്ട്. അപ്പം ഇന്നത്തെ ഒരു ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ കൊറോണയെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഡാഡി നേരത്തെ എൻ്റെ കൂടെ 1-2 വീഡിയോ എടുത്തു തരാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് ആളുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യുകയുണ്ടായി ഡാഡിയെ കൂടെ ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്നെന്ന്. അങ്ങനെ ഡാഡി ഇന്ന് നമ്മുടെ വീഡിയോയ്ക്ക് വന്നിരിക്കുകയാണ്. നമ്മളിന്ന് കൊറോണ നമ്മുടെ കേരളത്തിൽ നമ്മളെയൊക്കെ എങ്ങനെ അഫക്ട് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പം ഞാൻ ഡാഡിയോട് ആദ്യം തന്നെ ചോദിക്കാം. ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് കുറച്ച് നാളുകളായല്ലോ. അപ്പം നാട്ടിൽ വന്ന് കഴിഞ്ഞ് ഏകദേശം ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ ഈ കൊറോണ എന്ന് പറയുന്ന ഒരു രോഗം നമ്മുടെ ഈ ഒരു സ്ഥലത്തൊക്കെ വന്നു. ആ ഒരു സമയത്ത് ഞാൻ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ പുറത്തൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്കത് പുറത്തേക്കൊന്നും പോകാൻ പറ്റാതെ വന്നു. അങ്ങനെ ലിമിറ്റേഷൻസ് ഒക്കെ വന്നു. അങ്ങനെ വീട്ടിലിരുന്ന് തന്നെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. ജർമ്മനിക്ക് തിരിച്ചു പോകാൻ പറ്റാതെ വന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം എനിക്ക് ഈ ഒരു കൊറോണ ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഡാഡിയെ എങ്ങനെയാണ് ഈ ഒരു കൊറോണ എന്ന് പറയുന്നത് അഫക്ട് ചെയ്തത്? ഈ ഏതാണ്ട് 6 മാസം കഴിഞ്ഞല്ലോ ഈ കൊറോണ എന്ന് പറയുന്ന ഈ മഹാമാരി ഈ നമ്മുടെ രാജ്യത്തും എത്തിയിട്ട്. അത് പൊതുവായിട്ട് എല്ലാ ആളുകളെയും പല തരത്തില് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണ്. അതെ, പല ആളുകളും ഒത്തിരി ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലും ഒക്കെ ആയി അങ്ങനെയുള്ള ഒരു അവസ്ഥ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഒരു വ്യക്തി എന്ന നിലയിൽ അതേപ്പറ്റി പറയുമ്പോഴേ എൻ്റെ ഈ പ്രവർത്തന മേഖലയും അല്ലെങ്കിൽ എൻ്റെ നിലപാടുകളും എൻ്റെ പ്രവൃത്തി പദങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കതേപ്പറ്റി പറയാൻ കഴിയുക. ഞാൻ കോട്ടയം ജില്ലയിലെ പാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചതും ഞാൻ വളർന്നതും. അവിടെ ആയിരിക്കുമ്പോഴും ഞാൻ ധാരാളം യാത്രകൾ ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. മിക്കവാറും കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെയും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ ഡാഡിയോട് ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യുകയാണ്. ഡാഡി നേരത്തെ ബാങ്കിൽ ജോലി കിട്ടിയതായിരുന്നു. പക്ഷെ ഡാഡിക്ക് അതൊന്നും ചെയ്യാനായിട്ട് താല്പര്യമില്ലായിരുന്നു അല്ലേ? അതെ, എനിക്ക് സ്വതന്ത്രമായ എന്റെ ചിന്തകളുമായിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കുക എന്നുള്ളതാണ് ഞാൻ ജനിക്കുന്ന സമയത്തൊക്കെ ഡാഡി പാലക്കാട് അവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെയൊക്കെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാനും അതുപോലെ തന്നെ പ്രവർത്തിക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അവിടെ ആയിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഉള്ള എൻ്റെ താല്പര്യം എന്ന് പറയുന്നത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രകൃതിയോടുള്ള സ്നേഹം അത് മണ്ണിനോടും മരത്തോടുമുള്ള എൻ്റെ ഒരു ആഭിമുഖ്യമായിരുന്നു. അപ്പൊ കൃഷിയോട് എനിക്ക് താല്പര്യമാണ്. എനിക്ക് പലതരത്തിലുള്ള കൃഷികളോട്, തോട്ടം വിളകളോടും കൃഷിയോടും ഒക്കെ ഉള്ള എൻ്റെ താല്പര്യമാണ്. അവിടെ നിന്നും മാറിയിട്ട് ഇടുക്കി ജില്ലയിലേക്ക് കടന്നു വരാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പം ഇടുക്കിയിലെ വളരെ വൈവിധ്യം നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ്. വ്യക്തിപരമായ എൻ്റെ ജീവിതത്തില് ഈ കൊറോണ എങ്ങനെ എന്നെ ബാധിച്ചു എന്നുള്ളതാണല്ലോ നീ എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഈ കൊറോണ ആരംഭിച്ചിട്ട് 6 മാസത്തില് അധികം കാലമായി. അപ്പൊ ഈ 6 മാസം കാലമായിട്ട് എനിക്ക് ഉണ്ടാക്കുന്ന വൈഷമ്യങ്ങൾ, ഈ കൊറോണ ഉണ്ടാക്കുന്ന വൈഷമ്യങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഉള്ളതുപോലെ അത്രയും രൂക്ഷമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം എൻ്റെ ചിന്താഗതിയാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രവർത്തന മേഖലയാണ്. എൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് മണ്ണും മരവും ആയിട്ട് ബന്ധപ്പെട്ടാണ്. യാത്രകളും ആയിട്ട് ബന്ധപ്പെട്ട യാത്രകൾക്ക് ആരും മുടക്കം വന്നത്, യാത്രകൾക്ക് മുടക്കം വന്നു. ഇവിടെ ഇങ്ങനെ ആയിരിക്കുമ്പോഴേ മാസത്തിലൊരിക്കലെങ്കിലും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഗ്രാമത്തിലേക്ക്, ഇടുക്കിയുടെ ഏതെങ്കിലും ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു താല്പര്യത്തിൽപ്പെട്ട കാര്യമായിരുന്നത്. അത് മുടങ്ങിപ്പോയതിനകത്ത് വലിയ വിഷമമുണ്ട്. ഈ യാത്രകൾ എനിക്ക് പലപ്പോഴും നൽകുന്ന വലിയൊരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ പുതിയ ആശയങ്ങൾ എനിക്ക് എന്റെ മനസ്സിൽ ഉദിക്കുന്നത് ഈ യാത്രകളിലാണ്. ഇപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ
ആളുകൾക്ക് പോലും ഒരു യാത്ര ചെയ്യാനായിട്ട് പാടാം. ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ ഒരു ഇലക്ട്രോണിക് സാധനം കേടായി അതൊന്ന് റിപ്പയർ ചെയ്യാൻ പോലും പോകാനായിട്ട്, ഇപ്പം പുറത്തേക്ക് പോകാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ യാത്രകൾ എന്ന് പറയുന്നത് നമുക്കിപ്പം തീർത്തും അകലേക്കുള്ള യാത്രകളൊക്കെ തീർത്തും ഒഴിവാക്കേണ്ട ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നമ്മളിപ്പം നിൽക്കുന്നത്, അല്ലേ? അതെ അതെ. നമുക്ക് നമ്മുടെ അടിയന്തരമായ കാര്യങ്ങൾക്ക് പോലും പലപ്പോഴും അതൊക്കെ മാറ്റിവെച്ച് പരിമിതമായ ചുറ്റുപാടുകൾ നമുക്ക് ജീവിക്കേണ്ട ഒരു അവസ്ഥയുണ്ടത്. നമ്മുടെ ഷോപ്പിംഗ് തന്നെയാണെങ്കിലും നമ്മുടെ ഗ്രാമത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിങ്ങിനായിട്ടെങ്കിലും നമ്മുടെ അതെ പട്ടണത്തിലേക്ക് നമ്മൾ പോകുമായിരുന്നു. അപ്പൊ ആ സാഹചര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹമായിട്ട് ഉള്ള നമ്മുടെ ഒരു ജീവിതം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തിയേറ്ററുകളൊക്കെ അടച്ചുപോയി, പൊതു ചടങ്ങുകൾ നഷ്ടപ്പെട്ടു പോയി. അതെ, ആഘോഷപൂർവമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ അസ്തമിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും ഈ പറഞ്ഞ കൊറോണയുടെ ഈ സാഹചര്യം വേറിട്ട ചിന്തകൾക്ക് രൂപം നൽകുന്നുണ്ട്. വേറിട്ട ചിന്ത എന്ന് പറയുമ്പോഴേ അത് പരിപക്വമായ ഒരു ആശയത്തിലേക്ക് ആളുകൾക്ക് എത്തിപ്പെടാനുള്ള, ആളുകൾ എപ്പോഴും ആചാരപരമായ കാര്യങ്ങളിൽ തിരക്ക് കൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതെ അതെ അങ്ങനെ ആളുകൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അടിസ്ഥാനപരമായ ഈ കാര്യങ്ങളും മൂല്യങ്ങളുമൊക്കെ ആൾക്കാർ അതോടൊപ്പം തന്നെ മറക്കുകയും ചെയ്തിരുന്നു. അത് ഒരു സംഘർഷം സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ ആണ് പലപ്പോഴും അത് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടും വേദനയൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഈ ആചാരപരമായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള ഏറ്റുമുട്ടലുകൾ നമ്മൾ കണ്ടിരുന്നു പല സ്ഥലങ്ങളിലും. പള്ളിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഈ സംഘർഷം നിറഞ്ഞ അവസ്ഥകളൊക്കെ പലപ്പോഴും വേദനിപ്പിക്കുന്നതായിരുന്നു. അപ്പം ഈ അടിസ്ഥാനപരമായ ചിന്ത എന്ന് പറയുന്നത് ഈശ്വര സങ്കല്പത്തിൽ അത് ഒന്നേ ഉള്ളൂ. അതെ, അത് ഒരൊറ്റ ദൈവമെന്ന് എല്ലാവരും അറിയുന്നു. ഈ ഒറ്റ ദൈവത്തിന്റെ പേരിലാണ് ഈ മനുഷ്യൻ ഈ സംഘർഷമെല്ലാം ഉണ്ടാക്കുന്നത്. ഈ സംഘർഷം ഉണ്ടാക്കിക്കൊണ്ട് അവന്റെ ജീവിതം അവൻ തന്നെ നരകമാക്കുന്നു, ഏറ്റുമുട്ടുന്നു. അതുപോലെ തന്നെ ഏറ്റുമുട്ടിയും മരണം വരെ സംഭവിക്കുന്ന അവസ്ഥകൾ ഉണ്ടാക്കുന്നു. അവൻ നിസ്സാരമായ കാര്യങ്ങളിലാണ് പലപ്പോഴും ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളിലെ, ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് വളരെ വേദനാജനകമായ ഒരു കാര്യമായിരുന്നു. അപ്പൊ ഈ കൊറോണ വന്നപ്പോഴേ അത്തരത്തിലുള്ള ഈ ആളുകളുടെ ആ തീവ്ര വിചാരങ്ങൾ, ആ തീവ്രമായിട്ടുള്ള വികാരങ്ങൾ അതൊക്കെ അസ്തമിച്ചതായിട്ട്, ഏതാണ്ട് ഒരു പരിധിവരെ അസ്തമിച്ചതായിട്ട് കാണുന്നു. അതെ, അവൻ അല്ലാതെയും അവന് ഈ പറഞ്ഞ പോലെ ദൈവവിചാരത്തോടു കൂടി ഇരിക്കാൻ സാധിക്കും. അവന് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാൻ സാധിക്കും. അവന്റെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് അവന് ദൈവത്തെ അന്വേഷിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള ആ കാഴ്ചപ്പാട് ഓരോ ആളുകളിലും അങ്ങനെ വന്നിട്ടുള്ളത്. എന്നാൽ ആളുകളുടെ നന്മകളൊന്നും നശിച്ചു പോകാത്ത ഒരവസ്ഥ ഇന്ന് ഉണ്ട്. ഇതൊക്കെ മാറിപ്പോയെങ്കിലും ആളുകൾ ഇന്ന് കുറച്ചുകൂടെ ആഴത്തിൽ ദൈവത്തെപ്പറ്റി ചിന്തിക്കുകയും അവരെ അധികമായ ആ ആചാരങ്ങളിൽ നിന്നും വേറിട്ട് നിന്നുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുകയും സമാധാനപ്പെടുകയും കലഹം കൂടാതെ ജീവിക്കുകയും ചെയ്യുന്നത് കാണുമ്പോഴേ ഈ കൊറോണ വലിയൊരു അനുഗ്രഹമായി തീർന്നില്ലേ എന്ന് ചിന്തിക്കാൻ പലപ്പോഴും എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പരസ്പരം സഹായിച്ചും സഹകരിച്ചും ഒരു സാഹോദര്യത്തോടു കൂടി തന്നെ ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത്. കൊറോണയുടെ ഈ ഒരു സാഹചര്യത്തില് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആളുകളൊക്കെ ഇപ്പോഴും കൊറോണ വരുന്നെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നടക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കുറച്ചു മുമ്പ് ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് കോൾ ചെയ്തപ്പോഴത്തേക്കും പുള്ളിക്കാരത്തിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പലരും സീരിയസ്നെസ് ഇല്ലാതെ വരുന്നെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകളെ മാറ്റി നിർത്തണം, ഒഴിവാക്കി തന്നെ നിർത്തണം എന്ന്
ഞാൻ പറയുകയുണ്ടായി. അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കൊറോണ എന്ന് പറയുന്നത് നിസ്സാരം ഒരു കാര്യമല്ല. ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത് കാരണം മരിച്ചത്. നമ്മളിപ്പം ഒരു ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടപ്പോ ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചു പോലും ഇല്ല. പെട്ടെന്ന് വ്യാപിച്ച് പോകുന്ന ഒരു അസുഖമാണ്. അത് വന്ന് പോകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നതിലും നല്ലത് അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക തന്നെയാണ്. അപ്പൊ നമ്മൾ ഗവൺമെന്റ് ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് തന്നെ ജീവിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പം ഈ ഒരു അവസ്ഥയിൽ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ സമത്വത്തോടെയും സാഹോദര്യത്തോടെയും ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് പല ഇപ്പം എന്തെങ്കിലുമൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റിനെ തളർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഒരു വ്യക്തികളും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെ. അങ്ങനെയുള്ള ഒരു കാര്യമില്ല. നമ്മള് സമത്വവും സാഹോദര്യവും ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു സാഹചര്യത്തില് എന്തെങ്കിലും ഒരു പാർട്ടിയുടെയോ അതിന്റെയൊക്കെ ബേസില് ഗവൺമെന്റിന് അധികാരം ഒന്നും പറയുന്നതല്ല ഒന്നാമത്തെ കാര്യം എന്നൊരാടി എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു അത്യാഹിതം വരുന്ന സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് അധികാരം എന്നുള്ള കാര്യം മറന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യകതയില്ലേ? അതെ, എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ഈ അധികാരം എന്ന് പറയുന്നത് അത് രാജ്യസ്നേഹത്തെ പ്രതി ആയിരിക്കണം. ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം എന്ന് പറയുന്നതും അതും രാജ്യസ്നേഹത്തെ പ്രതി ആയിരിക്കണം. രാഷ്ട്രസേവനമായിരിക്കണം ആ രാഷ്ട്രീയം എന്ന് പറയുന്നത്. തികച്ചും നിഷ്പക്ഷമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോഴ് ഇവിടെ നിലനിൽക്കുന്ന ഒരു ഭരണം അത് ഈ രോഗത്തിന്റെ ആവിർഭാവത്തില് അതുപോലെ തന്നെ പൊതുവായ ഏതെങ്കിലും പ്രശ്നമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഒക്കെ നല്ല ഒരു നിലപാടും നല്ല കാഴ്ചപ്പാടും ജനത്തോടും പൊതു സമൂഹത്തോടും പൂർണ്ണമായ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ജനത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് തന്നെയാണ് ഞാനിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമ്മളുടെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങളെ നമ്മൾ മാറ്റി നിർത്തണം. അപ്പൊ ചില ആളുകൾ അതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുക, നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോഴും അതിനെ മോശമായിട്ട് ചിത്രീകരിക്കുക, അതിനെതിരായിട്ട് സംസാരിക്കുക, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വേണ്ട രൂപത്തിലല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഇതൊന്നും രാജ്യസ്നേഹത്തിന്റെ ഒരു ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ രാഷ്ട്രസേവനമാണെന്നോ അങ്ങനെ പരിഗണിക്കാൻ സാധിക്കില്ല. അങ്ങനെയൊന്നും പരിഗണിക്കാൻ സാധിക്കില്ല. അതൊന്നും സാധിക്കില്ല. ഇതൊക്കെ വിവേകമുള്ള ആളുകള് കണ്ടുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇന്നത്തെ സാഹചര്യത്തില് ആളുകള് നല്ല ബോധത്തോടു കൂടി ഈ രോഗം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നല്ല ചിന്തയോടുകൂടി ഈ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് വീട്ടിൽ കഴിയണമെങ്കിൽ വീട്ടിൽ ഇരിക്കണം, ആവശ്യമില്ലാതെ യാത്ര ചെയ്യരുത് എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല, ആവശ്യമില്ലാതെ സമ്മേളിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാതെ സമ്മേളിക്കാൻ പാടില്ല. ഇല്ല, അങ്ങനെ സമ്മേളിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. കാരണം ബർത്ത്ഡേ പാർട്ടീസ് നടത്താൻ ടൗണുകളിലൊക്കെ പോയി ആഘോഷിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉള്ളതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊന്നും ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതെ, അത് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള നിലപാടുകളൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം ഈ രോഗത്തെ വളരെ നിസ്സാരമായിട്ട് കാണുന്ന കുറച്ച് ആളുകളുണ്ട്. നമുക്കത് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതെ, നമുക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പണിയാനൊക്കെ വരുന്നിരുന്ന ആ ഒരു ആളല്ലേ ഇവിടെ കയറി വരികയും വളരെ ലൈറ്റായിട്ട് ആ ഒരു കൊറോണ എന്ന് പറയുന്ന രോഗത്തെ കാണുകയും നിങ്ങളൊക്കെ പേടിച്ചിരിക്കുവാണോ എന്നൊക്കെ ജനലിന്റെ പുറത്തുനിന്ന് വിളിച്ചു ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ വന്നിട്ടുണ്ട്. എന്നോടാണ് പറഞ്ഞത് ഈ രോഗത്തെ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല, ഇതൊരു വൈറസാണ്, ഇതൊരു ജലദോഷം വരുന്നവരെ കൂട്ടിയാൽ മതി, ഇത് വരും, ഇതെല്ലാവർക്കും വരും. അതെ, അത് നിങ്ങൾക്കും വരണം, എനിക്ക് വന്നു പോയി, അറിഞ്ഞില്ല എന്നേ ഉള്ളൂ, നിങ്ങൾക്കും വരണം. അപ്പൊ നിങ്ങൾക്ക് ഇത് വരുമ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കും എന്നാണ് അദ്ദേഹം എന്നോട് പറയുക. അപ്പം അത് നമുക്ക് കണക്കിലെടുക്കാൻ സാധിക്കുകയില്ല. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത് വന്നു പോകണം എന്ന് പറയുന്നതിൽ യാതൊരു ന്യായവും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പം ഇത് അത്രമാത്രം ഈ ലാഘവബുദ്ധിയോട് കൂടി അങ്ങനെ ഒരു കാര്യത്തെ പറ്റി പറയുക എന്ന് പറഞ്ഞാല്
അയാളുടെ എന്ത് മറുപടിയാണ് നമുക്ക് പറയാൻ സാധിക്കുക? അത്രത്തോളം ലാഘവത്തോടെ ഈ ഒരു അസുഖത്തെ കാണുന്ന ആളുകളായിരിക്കാം ചിലപ്പം കൊറോണ പകർത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതെ അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നിയന്ത്രിക്കാൻ ഇവിടെ ഇന്ന് പോലീസിനെ കൊണ്ട് സാധിക്കുള്ളൂ. പറഞ്ഞാൽ കേൾക്കാത്ത ആളുകളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. അല്ലാണ്ട് ഡോക്ടർ പറഞ്ഞത് കൊണ്ടോ ആരോഗ്യ പ്രവർത്തകരെ പറഞ്ഞതിന്റെ പേരിലോ നേഴ്സ് പറഞ്ഞതിന്റെ പേരിലോ ഒന്നും ഇവരാരും കേൾക്കില്ല. അവരെ നിയന്ത്രിക്കാൻ കാര്യക്ഷമമായ പോലീസിന്റെ നിലപാട് കൊണ്ടും പ്രവർത്തനം കൊണ്ടും. ഇപ്പൊ പോലീസുകാരൊക്കെ തന്നെ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. ആരോഗ്യ പ്രവർത്തകരാണല്ലോ, അവരുടെ കാര്യം ഓർക്കുമ്പോ വലിയൊരു കഷ്ടം തോന്നാറുണ്ട്. ഇപ്പം വർദ്ധിച്ചു വരുന്ന രോഗികളെ നമ്മൾ കാണുന്നത്. അപ്പം കുറെ നാളുകളായിട്ട് 5-6 മാസമായിട്ട് ഈ കിറ്റിനകത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന നഴ്സുമാര്, ഡോക്ടർമാര്, അതുപോലെ ആരോഗ്യ പ്രവർത്തകര്, പോലീസുകാര്, ഇവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതെ, ഈ വീട്ടില് ഇങ്ങനെ നമ്മളിങ്ങനെ സമാധാനമായിട്ട് സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് രോഗം വരാതെ സ്വയം സംരക്ഷിച്ച് അങ്ങനെ ഉണ്ടും ഉറങ്ങിയൊക്കെ ഇരിക്കുന്നു. അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മുടേതായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. അപ്പോൾ ആ അവസരത്തിലും ഈ രോഗവുമായിട്ട് ഏറ്റുമുട്ടുന്ന മറ്റുള്ള രോഗികൾക്ക് വേണ്ടി ഈ രോഗത്തോട് മല്ലടിച്ചുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് ഈ രോഗം ബാധിച്ച ആളുകളെ സംരക്ഷിക്കുന്ന നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും നഴ്സുമാരും പോലീസും ഒക്കെ കഠിനമായ ഒരു പ്രയത്നം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു ജോലിഭാരം ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാതെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്ക്, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കല്ലാതെ വെറുതെ ചുറ്റിക്കറങ്ങാനും പാർട്ടി കൂടാനും ഒന്നും ആളുകൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് വേണ്ട ഒരു കാര്യം. നമ്മൾ അവരെയൊന്നും നേരിട്ട് കാണുന്നില്ല. അവരെയൊന്നും നമ്മൾ നേരിട്ട് കാണുന്നില്ല എങ്കിലും നമ്മുടെ മനസ്സിൽ അവരെ പറ്റിയൊക്കെ ഓർമ്മയുണ്ട്. നമ്മൾ അവരെ പറ്റിയൊക്കെ ചിന്തിക്കാതിരിക്കുന്നില്ല. നന്ദിയോടുകൂടിയാണ് നമ്മൾ ഇരിക്കുന്നത്. അവരറിയുന്നുണ്ടാവില്ലായിരിക്കും നമ്മളുടെ ഇങ്ങനെയുള്ള പൊതു സമൂഹത്തിൽപ്പെട്ട ആളുകൾ അല്ലെ വ്യക്തികൾ എങ്ങനെയാണ് അവര് ശാന്തമായും സ്വസ്ഥമായി ഇരിക്കുന്നത്. നമുക്ക് ഭയപ്പാട് കൂടാതെ സമാധാനത്തോടുകൂടി ഇരിക്കാൻ വേണ്ടുന്ന സംവിധാനം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് എന്നുള്ള ഒരു ധൈര്യവും ഓർമ്മയാണ് നമുക്ക് സർക്കാരും അതുപോലെ തന്നെ ഈ സംവിധാനങ്ങൾ നമുക്ക് നൽകുന്നത്. ഈ ബുദ്ധിമുട്ടുന്ന ഒരു സമൂഹത്തെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ വ്യക്തമായ ഒരു വരുമാനമില്ലാതെ ഈ അന്നുള്ള അധ്വാനത്തിന്റെ ഫലം അത് വാങ്ങിക്കൊണ്ട് ജീവിച്ചു വന്ന ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആളുകളാണ് ഇന്ന് ഏറെക്കുറെ ഏറ്റവും അധികമായിട്ട് ബുദ്ധിമുട്ടുന്നത്. അവരുടെ പല ജീവന ഉപാധികളും അവിടെ അടഞ്ഞു പോയിരിക്കുകയാണ്. പല തൊഴിലുകളും അസ്തമിച്ചു പോയിരിക്കുകയാണ്. പല രംഗങ്ങളിലും പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു സമൂഹം നമ്മളോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ ഈ ഇടത്തരക്കാരായിട്ടുള്ള കൃഷിക്കാര്, അവർക്ക് മറ്റു വരുമാനങ്ങൾ, അങ്ങനെ കാര്യമായ വരുമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്തരം ആളുകള് ഈ സാഹചര്യത്തില് പലതരത്തിലെ ബുദ്ധിമുട്ട് കാണുന്നത്. എന്നാൽ ദരിദ്രം എന്ന് പറയുന്ന അതെ എന്നോട് അങ്ങനെ ആളുകള് പലരും ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ സമൂഹം എപ്പോഴും കാണുന്നത് ദരിദ്രർ എന്ന് പറയുന്ന ആ ഒരു കൂട്ടരെ പറ്റിയുള്ള ആ ചിന്തകളും അല്ലെങ്കിൽ അവരെയാണ് എന്നും അവരുടെ മുന്നിൽ അവർ കാണാറുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഭക്ഷണം കിട്ടാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പം ഈ ഒരു കൊറോണ സാഹചര്യത്തിൽ ബുദ്ധിമുട്ട് വരുന്ന മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയാണെങ്കിലും എങ്കിൽ തന്നെ അവർക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ബിപില് എന്തുകൊണ്ട് പറയുന്നത്, അവർ ഭക്ഷണ കാര്യങ്ങളല്ലാണ്ടും പല ആനുകൂല്യങ്ങളും ഉണ്ട്. അവർക്ക് ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആനുകൂല്യമുണ്ട്. അവർക്ക് വൈദ്യുതിയുടെ കാര്യത്തിൽ ആനുകൂല്യമുണ്ട്, വെള്ളത്തിന്റെ കാര്യത്തിൽ ആനുകൂല്യമുണ്ട്. ഞാൻ പറഞ്ഞു പറഞ്ഞതൊന്നും ഈ ഇത്തരത്തിലുള്ള യാതൊരു ആനുകൂല്യമില്ലാത്ത ആളുകളെ പറ്റി ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇങ്ങനെയുള്ള യാതൊരു ആനുകൂല്യവുമില്ല. അവന് ഈ ചെറിയ
ഒരു വേള പ്രായമായെങ്കിൽ അവന് ചെറിയ ഒരു പെൻഷൻ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മാസത്തില് അവന് ഒരു 1300 രൂപ വരെ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലാതെ യാതൊരു പരിഗണനയില്ല. അങ്ങനെയുള്ള ആളുകൾ അവൻ ദരിദ്രന്റെ കാര്യം പറയുമ്പോൾ എല്ലാ സാമൂഹ്യ പ്രവർത്തകരും എല്ലാ തരത്തിലുള്ള സംഘടനകളും അന്വേഷിക്കുന്നത് ഈ പറഞ്ഞ ദരിദ്രൻ എന്ന് പറയുന്ന ഈ ആനുകൂല്യം പറ്റുന്ന ഈ പറഞ്ഞ പോലെ മാസം 35ഉം 40ഉം അതുപോലെ തന്നെ പല തുറകളിൽ നിന്നായിട്ട് 10ഉം 60ഉം 70ഉം കിലോ അരി വരെയും കിട്ടുന്നു എന്ന് ചിലർ പറഞ്ഞു കേട്ടി. അരി വിൽക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ് ചിലര് ഇറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അരി വിൽക്കാനുണ്ട്, ഞങ്ങൾക്ക് കുറെ അരി വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുന്ന ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഏത് സംഘടനയായിക്കോട്ടെ അവർ ആദ്യമേ അന്വേഷിക്കുന്നത് ഈ കൈനീട്ടി നിൽക്കുന്ന ഈ ആൾക്കാരെയാണ്. ഈ കൈനീട്ടി നിൽക്കാൻ എപ്പോഴും അവരുണ്ട്. അവർക്കേ കൈനീട്ടി നിൽക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഈ പാവപ്പെട്ട കൃഷിക്കാരനെ ഒരിക്കലും കൈനീട്ടി നിൽക്കാൻ സാധിക്കില്ല. അതാണ്. അവൻ നേരത്തെ ജമ്മിയായിരുന്നു. 5 ഏക്കറുള്ളവനും 10 ഏക്കറുള്ളവനും ഒക്കെ പണ്ട് ജമ്മിയാണെന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് അവന്റെ അവസ്ഥകളൊക്കെ വല്ലാത്ത അവസ്ഥയിലായി. അവൻ BPL-നേക്കാൾ താഴെയാണ് അവന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അത്രയും ജീവിത സംവിധാനങ്ങളും സൗകര്യങ്ങളും അവനില്ല. അവന്റെ ആരോഗ്യപരമായ സംരക്ഷണത്തിലോ അവന്റെ ഭക്ഷണ കാര്യങ്ങളിലും ഒക്കെ ഈ BPL-കാരനേക്കാൾ താഴെയാണ് അവന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അവനൊരു പരിഗണന ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു സങ്കടം എന്ന് പറയുന്നത്. ഈ കൊറോണയൊക്കെ മാറും. ഇതൊക്കെ മാറിക്കഴിയുമ്പോഴേ പഴയതുപോലെ ഒരു കാലം വരും. കൂടുതൽ വെളിച്ചമുള്ള മനസ്സിന്റെ ഉടമകളായിട്ട് ആളുകൾ സമൂഹത്തിൽ വ്യാപരിക്കും. അന്ധമായ വിശ്വാസങ്ങളിൽ നിന്നൊക്കെ വേറിട്ട് പുതിയ ഉണർവോടുകൂടി ആളുകള് ഐക്യത്തിന്റെ മനോഭാവത്തോടുകൂടി രംഗപ്രവേശം ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വായനയായിട്ട് ബന്ധപ്പെട്ടാണ് ഡാഡി യാത്രകൾ ചെയ്യുന്നത്. അതെ, വായനയായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ യാത്രകൾ കൂടുതൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ പുതിയ അറിവ്, പുതിയ കാഴ്ചപ്പാടുകളൊക്കെ രൂപപ്പെടുന്നത് ഇങ്ങനെ പുതിയ സ്ഥലങ്ങളിൽ കൂടെ ചെല്ലുമ്പോഴാണ്. പുതിയ ആളുകളെ ഞാൻ വാച്ച് ചെയ്യുമ്പോഴാണ്. പുതിയ ആളുകളെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. അകലെ നിന്ന് വാച്ച് ചെയ്യാറില്ല, കുഴപ്പമില്ലല്ലോ. ഇപ്പോഴേ ആ അവസ്ഥ വേറെ മറ്റൊരവസ്ഥയാണല്ലോ. ഇപ്പൊ ഒരുപാട് പുറത്തിറങ്ങിയാൽ എല്ലാവരും മുഖം മൂടിക്കെട്ടി കണ്ണ് മാത്രം കാണുന്നു. എന്താണ് ഒരാളിന്റെ മനസ്സ്, എന്താണ് അവന്റെ ഈ ഹൃദയത്തില് ഇരിക്കുന്നത്, ഇതൊന്നും അവനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയില്ല. ആരെയും ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. മാസ്ക് ധരിച്ചുള്ള ആ ഒരു യാത്രയെ കുറിച്ച് ഡാഡിയുടെ അഭിപ്രായം. എനിക്ക് ആദ്യം മാസ്ക് ധരിച്ചപ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും എനിക്കിപ്പൊ മാസ്ക് ധരിച്ച് പുറത്തു പോകാനായിട്ട് ഇഷ്ടമാണ്. ഞാൻ പുറത്തേക്ക് യാത്രകളൊന്നും ചെയ്യുന്നില്ല. എന്നാലും വല്ലപ്പോഴും അത്യാവശ്യത്തിന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും മാസ്ക് ധരിച്ചുള്ള യാത്ര ഇപ്പം എനിക്ക് ഇഷ്ടമാണ്. കാരണം പണ്ടത്തെ പോലെ ഒന്നും നമ്മളിപ്പം, ഞാനതൊരു കോമഡി ആയിട്ട് പറയുന്നത്, അതായത് പണ്ടത്തെ പോലെ നമ്മൾ അത്ര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആകെപ്പാടെ കണ്ണുകൾ മാത്രം മേക്കപ്പ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ലിപ്സ് ഒക്കെ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ ലിപ്സ് ഒക്കെ നന്നായിട്ട് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് നല്ല ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് നടന്നിരുന്ന ഇപ്പം എങ്ങനെയും ഒക്കെ യൂസ് ചെയ്താൽ മതി എന്നുള്ള ആ ഒരു രീതിയിൽ മാസ്ക് ഒക്കെ വെച്ച് നടക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ആളുകളൊന്നും കണ്ടാൽ തിരിച്ചറിയത്തുമില്ല. ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും ആൾക്കാർ നമ്മളെ കാണുമ്പോഴത്തേക്കും ആരാണ് ഈ വരുന്നതെന്ന്. അങ്ങനെ ആളുകൾ ഇപ്പം നമ്മളെ തിരിച്ചറിയുന്നതിന് മാസ്ക് വെച്ചുള്ള ആ ഒരു യാത്രയെ കുറിച്ച് ഡാഡിയുടെ ഒരു ചിന്ത എന്താണ് അതിനെ മാസ്ക് വെച്ച് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഇന്നിപ്പോഴത് അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. ഈ രോഗത്തിന്റെ പ്രത്യേകത കൊണ്ട് അത് അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. പക്ഷേ ഈ മാസ്ക് വെച്ച് നടക്കുന്നത് ഈ പറഞ്ഞ പോലെ മനുഷ്യന്റെ സൗന്ദര്യബോധത്തിന് വലിയ ഒരു കോട്ടം ഉണ്ടാക്കുന്നുണ്ട്. അതുണ്ട്. പിന്നെ കൂടുതലായിട്ട് കുറെ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ മാസ്ക്, മെയിൻ ആയിട്ട് സ്പെക്സ് വെച്ചിരിക്കുന്ന ആളുകള് ഈ മാസ്ക് വെക്കുമ്പോഴത്തേക്ക് ഇവിടെ അങ്ങ് ഹീറ്റ് ആയിട്ടല്ലേ വേർത്തിട്ട് നമ്മുടെ ആവി മുകളിലേക്ക് പോയിട്ട് കണ്ണാടി മൂടി പോകുന്നു എന്നുള്ള ഒരു അവസ്ഥയില് ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. കണ്ണാടി വെക്കുന്ന ആളുകള് അങ്ങനത്തെ അവസ്ഥകളൊക്കെ അല്ല. പിന്നെ അതിനേക്കാൾ പ്രധാനമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം, ആ ഹൃദയബന്ധങ്ങള് ഈ പറഞ്ഞ പോലെ മറവില്ലാതെ മുഖം കാണുമ്പോഴാണ് മനുഷ്യന്റെ ഹൃദയം, അവന്റെ ഉള്ളും എല്ലാം മുഖത്ത് വെളിവാകുന്നത്. പൂർണ്ണമായിട്ടും അവന്റെ മുഖം മനുഷ്യനുള്ള ഒരു പ്രത്യേകതയാണ് മറവില്ലാതെ ചിരിക്കാനും പലതരത്തിലുള്ള ഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ മനുഷ്യന് മാത്രമല്ല. അതെല്ലാം മറഞ്ഞു പോകുന്നു. അത് മറഞ്ഞു പോകുമ്പോഴേ നമ്മുടെ മനസ്സിലുള്ള ആ മറ്റുള്ളവരോടുള്ള ആ താല്പര്യം, ആ ബഹുമാനം, അതൊന്നും പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കാറില്ല. അതുപോലെ
ഇന്ന് പലപ്പോഴും ഈ മാസ്ക് ഇരിക്കുമ്പോഴേ നമ്മൾ അകലെ നിൽക്കുന്ന ആളുകളോട് സംസാരിക്കുന്നില്ല, നമ്മൾ കടന്നു പോവുകയാണ്, പരസ്പരം തിരിച്ചറിയാൻ പോലും പറ്റാതെ വരികയാണത്. അപ്പം ബന്ധങ്ങളിൽ വലിയ വിള്ളൽ ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് മാസ്ക് ധരിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, ധരിക്കരുതല്ല വേണം. അല്ലെ ഈ സാഹചര്യത്തിൽ നമ്മൾ അതിനെ ഒരിക്കലും ആ പറയുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കാനോ അതിനെ മാറ്റിവെക്കാനോ പറ്റുന്നൊരു കാര്യമല്ല. മാസ്ക് നല്ലതല്ല. മാസ്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴും ധരിക്കുക എന്നും എക്കാലവും ധരിക്കുക എന്ന് പറയുന്നത് എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. മനുഷ്യബന്ധങ്ങളിൽ ഒരുപാട് വിള്ളലുണ്ടാക്കും. അത് ശരിയാണ്. ചില രാജ്യങ്ങളിലൊക്കെ ജലദോഷം പനിയൊക്കെ വരുമ്പോഴത്തേക്കും മാസ്ക് ധരിക്കുന്ന ആളുകൾ അത് നല്ലതാണ്. അത്തരത്തിൽ രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ അത്തരം ആളുകൾ നിർബന്ധമായിട്ട് മാസ്ക് ധരിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഇവിടെ ഇനിയിപ്പോ ആളുകൾ അങ്ങനെ മാസ്ക് ധരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം എനിക്ക് ജലദോഷമാണ്, അല്ലെ എനിക്ക് പനിയാണ് എന്നുള്ള ഒരു അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒരിക്കലും ഒരാൾ തയ്യാറാകില്ല. പലപ്പോഴും അയാൾ എന്ത് ചെയ്യും? അയാൾ ഇതെല്ലാം മറച്ചു വയ്ക്കാനാണ് ഇഷ്ടപ്പെടുക. എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള അവസ്ഥകളെല്ലാം മറച്ചു വയ്ക്കാൻ അയാൾ ഇഷ്ടപ്പെടും. അയാൾ മാസ്ക് ധരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു ലൈറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു സാഹചര്യം വരണം. ഞാൻ എയർപോർട്ടിൽ ഇരിക്കുമ്പം ഒരു ഫോറിനർ ആയിട്ടുള്ള ഒരു ലേഡി മാസ്ക് ധരിച്ച്, ഈ കൊറോണയ്ക്കൊക്കെ മുന്നേ ആണ് കേട്ടോ, അപ്പൊ അങ്ങനെ എന്റെ അടുത്ത് വന്നിരിക്കുമ്പോ എനിക്ക് എന്തെങ്കിലും ഒരു ഭീകര രോഗമാണോ എന്നുള്ള ഒരു ഭയപ്പാടും ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഇത് ജലദോഷമാണെന്ന് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി. കാരണം മൂക്ക് ഒലിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരത്തിയുടെ. അപ്പം എനിക്ക് ജലദോഷം ആണെന്ന് പിന്നീട് മനസ്സിലായി. എന്നാലും മാസ്ക് ധരിച്ച് പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും, അന്ന് ഞാൻ കണ്ടപ്പോഴത്തേക്കും മറ്റെന്തെങ്കിലും ഭീകര രോഗം പകരുന്ന രോഗമായിരിക്കാമെന്ന് അങ്ങനെ ഞാൻ സംശയിച്ചു പോയിട്ടുണ്ട്. അത് നമ്മളുടെ നല്ലൊരു ട്രെയിനിങ് ആണത്. അത് അവർക്ക് അവരുടെ രാജ്യത്ത് അല്ല അവരുടെ സമൂഹത്തിൽ അവർക്ക് കിട്ടിയ നല്ലൊരു ട്രെയിനിങ് ആണ്. നമ്മുടെ അത്തരത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. നമ്മൾ അങ്ങനെ കടന്നു വരണം. ആവശ്യമുള്ള സമയത്ത് നമ്മൾ മാസ്ക് ധരിക്കുക തന്നെ വേണം. നമ്മൾ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും വിദേശികളിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്. ഈ ടവൽ ഉപയോഗിക്കുന്ന കാര്യമൊക്കെ തന്നെ നമ്മൾ വിദേശികളിൽ നിന്ന് പഠിച്ചതാണ്. ടവൽ ഉപയോഗിക്കുന്നതൊക്കെ വളരെ ഒരു ആക്ഷേപകരമായ ഒരു കാര്യമായിട്ട് നേരത്തെയൊക്കെ ആൾക്കാർ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ ആ മാറ്റങ്ങളൊക്കെ ആൾക്കാർ അതൊക്കെ വരികയും അത് ഉൾക്കൊള്ളാൻ ആൾക്കാർ തയ്യാറാകുകയും ചെയ്തു. പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും ഇതിന്റെ പേരില്. ഈ കൊറോണ എന്ന് പറഞ്ഞ രോഗം വന്നതിന്റെ പേരില് പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ. അപ്പൊ അങ്ങനെ മാസ്ക് ധരിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ട്, മാസ്ക് ധരിക്കാതെ നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ട്. കണ്ണാടി വെച്ചിട്ടുള്ള ആളുകള്, ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ണാടി മൂടി പോകുന്ന ഒരു അവസ്ഥ വരുന്നു എന്ന്. എന്തായാലും മാസ്ക് ധരിച്ച് ശീലമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും. നമ്മൾ ഈ കൊറോണയെ തുരത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് തന്നെ ഇരിക്കണം. നമ്മളാണെങ്കിലും ഇപ്പം വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും അധികം എന്തെങ്കിലും അത്യാവശ്യമില്ലാതെ പുറത്തേക്കൊന്നും പോകുന്ന എന്തെങ്കിലും ആശുപത്രി പോകേണ്ട അവസ്ഥയൊക്കെ വരുമ്പോ അല്ലേ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ പുറത്തേക്ക് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് തന്നെ വീട്ടിലിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു കൊറോണ എന്ന് പറയുന്ന ഈ ഒരു രോഗത്തെ തുരത്തി ഓടിക്കുക തന്നെ വേണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൊറോണ വരുന്നെങ്കിൽ വരട്ടെ എന്ന് പറയുന്ന രീതിയിൽ ഇരിക്കുന്ന ആളുകള് അവരെ ഒന്ന് അകറ്റി നിർത്താനായിട്ട് സൂക്ഷിക്കുക തന്നെ വേണം. അവര് അപകടകാരികളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ ഒരു കൊറോണയെ തുരത്തി ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കും ഈ ഒരു എല്ലാ കാര്യങ്ങളും ചിട്ടയോടെ തന്നെ പാലിച്ച്, അകലം പാലിച്ച്, മാസ്ക് ധരിച്ച്, മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പെരുമാറി അല്ലെ, അങ്ങനെ പെരുമാറി ഈ ഒരു രോഗത്തെ നമുക്ക് ഈ ഒരു ലോകത്തും തന്നെ തൂത്ത് മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഡാഡിയെ ഇന്ന് ഞാൻ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പം കുറച്ചു മുമ്പ് ഡാഡി ഇവിടെ വായനയിലായിരുന്നു. ആ സമയത്ത് ഞാൻ ഡാഡിയോട് എന്റെ കൂടത്തിൽ ഇതുപോലെ ഡാഡിയെ ഫ്രണ്ടില് ആളുകൾക്ക് കാണണമെന്ന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഡാഡിയെ വിളിച്ചുകൊണ്ട് വന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഡാഡിയായിട്ടുള്ള തുടർന്ന് വേറെയും ചർച്ചകളൊക്കെ നമുക്ക് ഈ ഒരു ചാനലിൽ തന്നെ അവതരിപ്പിക്കാവുന്നതാണ്. അങ്ങനെ ഡാഡി കൂടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.